ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സവാള ചിക്കൻ പക്കോട ഉണ്ടാക്കാം. ഞാൻ എന്താ ഇവിടെ ബോൺലെസ് പീസ് ചിക്കൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. സാധാരണ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതിലുള്ള ബോൺലെസ് പീസ് ചിക്കൻ മക്കളാരും കഴിക്കില്ല. ഞാനത് മാറ്റി വെച്ച് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാറാണ് പതിവ്. ഓരോ ബോൺലെസ് പീസ് ചിക്കനും എടുത്ത് സവാള എങ്ങനെ നമ്മൾ ചെറുതായി നീളത്തിന് അരിയുന്നോ അതുപോലെ നീളത്തിന് അരിഞ്ഞു വയ്ക്കുക. ഇതെവിടെ ഒരു ബൗള് നീളത്തിനരിഞ്ഞ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 3 പച്ചമുളക്, ഒരു മുട്ട, 2 സവാള എന്നിവയെടുത്ത് സവാള നീളത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഇട്ടതിന് ശേഷം നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. സവാള, പച്ചമുളക്, എടുത്തു വെച്ചിരുന്ന ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂണിൽ നിന്നും കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. മുട്ട ഉള്ളത് കൊണ്ടും സവാളയിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അതായത് എണ്ണയിൽ നമുക്കിങ്ങനെ നുള്ളി ഇടാൻ പരുവത്തിന് പാകത്തിന് കുഴച്ചെടുക്കണം. നന്നായി വെള്ളം കൂടിയും പോകരുത്. എന്നാൽ കൈ കൊണ്ട് നുള്ളിയിടാൻ പാകത്തിന് കിട്ടുകയും വേണം. ഞാൻ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. ഇത് തന്നെയാണ് പാകം. ഇത് ഇങ്ങനെ നന്നായി ഞാൻ കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക്, സബ്സ്ക്രൈബ് തരിക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ പക്കോട മിക്സ് ഉണ്ടല്ലേ, അതെടുത്ത് ഇതിലേക്ക് നമുക്കിങ്ങനെ നുള്ളി ചെറിയ കുഞ്ഞു ഉരുളകളാക്കിയോ അങ്ങനെ തുറന്നിട്ടോ നിങ്ങളെ ഇഷ്ടത്തിന് എങ്ങനെ വേണോ പൊരിക്കാം. ഞാൻ കുഞ്ഞു ഉരുളകളാക്കി ഇടുന്നുണ്ട്. ഇട്ട് തിരിച്ചും മറിച്ചുവിട്ട് നല്ലതുപോലെ മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. ഇങ്ങനെ എല്ലാ പക്കോടയും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ സവാള പക്കോട ഇവിടെ തയ്യാറാണ്. നല്ല ടേസ്റ്റാണ്. ആ ചിക്കൻ്റെ രുചിയും ആ മസാലയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് സൂപ്പറാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ബോൺലെസ് പീസ് കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. മക്കൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും നല്ല ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. Thank you.